2026 ഏപ്രിൽ 5 ഞായറാഴ്ച ഐപിഎല്ലിൽ ഒരു കിടിലൻ പോരാട്ടത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കും. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. ഐപിഎല്ലിന്റെ 19ാം സീസണിന്റെ തുടക്കത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു മത്സരമാണിത്. പ്ലേ ഓഫ് പോരാട്ടത്തിൽ മുന്നിലെത്താൻ ആധിപത്യം സ്ഥാപിക്കുകയും വിലപ്പെട്ട പോയിന്റുകൾ നേടുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരു ടീമുകളും ഇറങ്ങുന്നത്. ഐപിഎൽ 2026 സീസണിലെ തങ്ങളുടെ ആദ്യ വിജയം നേടുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് ലക്നൌ സൂപ്പർ ജയന്റ്സ് ഈ മത്സരത്തിനെത്തുന്നത്. ഹോം ഗ്രൗണ്ടിൽ ഡൽഹി ക്യാപിറ്റൽസിനോട് തോറ്റാണ് അവർ ഈ സീസൺ തുടങ്ങിയത്. അതുകൊണ്ടുതന്നെ ഹൈദരാബാദിലെ ഈ മത്സരം ഒരു വഴിത്തിരിവാകാൻ സാധ്യതയുള്ള ഒരു നിർണായക അവസരം കൂടിയാണ്. ടീം ഒന്നുകൂടി ഒത്തൊരുമിച്ച് അവരുടെ കഴിവുകൾ പുറത്തെടുത്ത് ലീഗ് പട്ടികയിൽ മുന്നോട്ടു പോകാനും തുടക്കത്തിലെ പിന്നോട്ടു പോവാതിരിക്കാനും നോക്കും. മറുവശത്ത് ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് അടുത്തിടെ നേടിയ മികച്ച ഫോം തുടരാനാണ് ശ്രമിക്കുന്നത്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനോട് ആദ്യ മത്സരത്തിൽ തോറ്റെങ്കിലും പിന്നീട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ 65 റൺസിന്റെ ആധികാരിക വിജയം നേടി എസ്ആർഎച്ച് തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു. ഈ വിജയം ടീമിന് നിർണായകമായ ഒരു മുന്നേറ്റം നൽകിയിട്ടുണ്ട്. സൂപ്പർ ജയന്റ്സിനെതിരെ ആ മുന്നേറ്റം നിലനിർത്താൻ തന്നെയായിരിക്കും അവർ ശ്രമിക്കുക. ഐപിഎല്ലിന്റെ ലീഗ് പ്ലേ ഓഫ് ഫോർമാറ്റിൽ ഓരോ മത്സരത്തിനും വലിയ പ്രാധാന്യമുണ്ട്. ഓരോ കളിയും ടീമിന്റെ മൊത്തം നിലയിലും പ്ലേ ഓഫ് സാധ്യതകളിലും നിർണായക സ്വാധീനം ചെലുത്തുന്നതുകൊണ്ട് ഇരു ഫ്രാഞ്ചൈസികൾക്കും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഐപിഎല്ലിന്റെ മത്സരക്ഷമത കാരണം തുടക്കത്തിലെ വിജയങ്ങൾ ഒരു വിജയകരമായ സീസണിന് അടിത്തറയിടും. ഇത് തന്ത്രപരമായ തീരുമാനങ്ങളെയും ടീമിന്റെ ആത്മവിശ്വാസത്തെയും സ്വാധീനിക്കും. അതുകൊണ്ടുതന്നെ ഹൈദരാബാദിലെ ഈ പോരാട്ടം വരാനിരിക്കുന്ന സീസണിന് വളരെ നിർണായകമാണ്. ആധിപത്യം സ്ഥാപിക്കാൻ ഒരു കടുത്ത പോരാട്ടം ഉറപ്പാണ്. രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ ആവേശം നിറഞ്ഞ അന്തരീക്ഷവും കളിയുടെ തന്ത്രപരമായ പ്രാധാന്യവും ഈ രണ്ട് ടീമുകൾ തമ്മിലുള്ള ആവേശകരമായ പോരാട്ടത്തിന് കളമൊരുക്കുന്നു. ഈ മത്സരത്തിലെ അവരുടെ പ്രകടനം ഐപിഎൽ 2026 സീസണിലെ മുന്നോട്ടുള്ള അവരുടെ യാത്രയെ തീർച്ചയായും സ്വാധീനിക്കുമെന്നതിൽ സംശയമില്ല. ഈ മത്സരത്തിൽ സ്വന്തം തട്ടകത്തിലിറങ്ങുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിന് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ പരിചിതമായ സാഹചര്യങ്ങളും അവരുടെ ഓറഞ്ച് ആർമിയുടെ ആവേശകരമായ പിന്തുണയും വലിയൊരു മുതൽക്കൂട്ടാകും. സൺ ടിവി നെറ്റ്വർക്ക് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ടീം ഐപിഎല്ലിൽ എന്നും ഒരു കരുത്തരായ ടീമായിരുന്നു. 2016-ൽ അവർ കിരീടം നേടി. 2024-ലും ഫൈനലിലെത്തിയിരുന്നു. 2026 ഐപിഎല്ലിനുള്ള അവരുടെ സ്ക്വാഡ് വെടിക്കെട്ട് ബാറ്റിംഗും ഒപ്പം മികച്ച ബൌളിംഗ് നിരയുമടങ്ങുന്ന ഒരു ഗംഭീര കൂട്ടായ്മയാണ്. ഹെൻറിച്ച് ക്ലാസൻ, ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ എന്നിവരെപ്പോലുള്ള പേരുകേട്ട താരങ്ങളാണ് അവരുടെ ബാറ്റിംഗ് നിരയുടെ മുൻനിരയിലുള്ളത്. ആക്രമിച്ചു കളിക്കാനും സ്കോർ അതിവേഗം ഉയർത്താനും കഴിവുള്ളവരാണ് ഇവർ. ഹൈദരാബാദിലെ ബാറ്റിംഗിന് അനുകൂലമായ പിച്ചുകൾക്ക് ഇവർ വളരെ അനുയോജ്യരാണ്. ബാറ്റിംഗ് കരുത്തിനൊപ്പം സൺറൈസേഴ്സിന് ഒരു മികച്ച ബൌളിംഗ് നിരയുമുണ്ട്. നായകൻ പാറ്റ് കമ്മിൻസാണ് ഈ ബൌളിംഗ് നിരയെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയും പേസും ടീമിന് വലിയൊരു മുതൽക്കൂടാണ്. ഹർഷൽ പട്ടേൽ, ജയദേവ് ഉനക്കട്ട് എന്നിവരെപ്പോലുള്ള പരിചയസമ്പന്നരായ ബൌളർമാരും ഈ നിരയിലുണ്ട്. നിതീഷ് കുമാർ റെഡ്ഡി, ലിയാം ലിവിങ്സ്റ്റൺ തുടങ്ങിയ ഓൾറൗണ്ടർമാർ ബാറ്റിംഗിലും ബൌളിംഗിലും ടീമിന് കൂടുതൽ കരുത്ത് നൽകുന്നുണ്ട്. ആദ്യ ഓവറുകളിൽ ബാറ്റിംഗ് ആക്രമിച്ച് കളിച്ച് സ്കോർ ഉയർത്തുക, പിന്നീട് എതിരാളികളെ പിടിച്ചുകെട്ടാൻ വൈവിധ്യമാർന്ന ബൌളിംഗ് ഓപ്ഷനുകളെ ആശ്രയിക്കുക എന്നതാണ് ടീമിന്റെ പ്രധാന തന്ത്രം. അവസാനമായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ നേടിയ ഗംഭീര വിജയം തോൽവികളിൽ നിന്ന് തിരിച്ചുവരാനും മികച്ച പ്രകടനങ്ങൾ നടത്താനുമുള്ള അവരുടെ കഴിവ് എടുത്തു കാണിക്കുന്നു. ഇത് സ്വന്തം ഗ്രൗണ്ടിലെ മത്സരങ്ങൾക്ക് അവർക്ക് നല്ലൊരു ആത്മവിശ്വാസം നൽകുന്നുണ്ട്. പരിചയസമ്പന്നരായ വിദേശ താരങ്ങളും ഒപ്പം കഴിവിട്ട യുവ ഇന്ത്യൻ താരങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തം തട്ടകത്തിൽ ഒരു കരുത്തരായ എതിരാളികളായി മാറുന്നു. കിട്ടുന്ന എല്ലാ അവസരങ്ങളും പരമാവധി മുതലെടുക്കാൻ അവർ തയ്യാറായിക്കഴിഞ്ഞു. ഐപിഎൽ 2026 സീസണിലെ തങ്ങളുടെ ആദ്യ ജയം സ്വന്തമാക്കാനാണ് ലക്നൌ സൂപ്പർ ജയന്റ്സ് ഹൈദരാബാദിലെത്തിയിരിക്കുന്നത്. ഡൽഹി ക്യാപിറ്റൽസിനോട് തോറ്റ് സീസൺ തുടങ്ങിയതുകൊണ്ട് ആർപിഎസ്ജി സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ടീം ഇപ്പോൾ സമ്മർദ്ദത്തിലാണ്. ചാമ്പ്യന്മാർക്ക് വേണ്ട കഴിവുകൾ തങ്ങൾക്കുണ്ടെന്ന് തെളിയിക്കുകയും വേണം. ലേലത്തിൽ 27 കോടി രൂപ മുടക്കി ക്യാപ്റ്റനായി ടീമിലെത്തിച്ച ഋഷഭ് പന്തിന്റെ തന്ത്രപരമായ നേതൃത്വത്തിൽ ശക്തമായ ബാറ്റിംഗ് നിരയും വലിയ വെടിക്കെട്ട് കരുത്തുമുണ്ട്. അവരുടെ ബാറ്റിംഗ് നിരയിൽ ആക്രമണകാരിയായ നിക്കോളാസ് പൂരൻ, സ്ഥിരതയും വെടിക്കെട്ട് പ്രകടനവും കാഴ്ചവെക്കാൻ കഴിവുള്ള എയ്ഡൻ മാർക്രം, മിച്ചൽ മാർഷ് തുടങ്ങിയ ലോകോത്തര താരങ്ങളുമുണ്ട്. ഹൈദരാബാദിലെ ഫ്ളാറ്റ് പിച്ചുകളിൽ അതിവേഗ റൺസ് അത്യാവശ്യമായതുകൊണ്ട് കളിയുടെ ഗതി ഒറ്റയ്ക്ക് മാറ്റിമറിക്കാൻ കഴിവുള്ള ബാറ്റ്സ്മാൻമാർ അവരുടെ നിരയിലുണ്ട്. ബോളിംഗിന്റെ കാര്യത്തിലും ലക്നൌ സൂപ്പർ ജയന്റ്സ് ഒരു ശക്തമായ വെല്ലുവിളിയാണ്. അവരുടെ പേസ് നിരയിൽ ആൻഡിച്ച് നോർട്ടജെ, മായങ്ക് യാദവ് കൂടാതെ എൽഎസ്ജിയിലേക്ക് ട്രേഡ് ചെയ്ത പരിചയസമ്പന്നനായ മുഹമ്മദ് ഷമി എന്നിവരുണ്ട്. സ്പിൻ വിഭാഗത്തിൽ ഷഹബാസ് അഹമ്മദ്, മണിമാരൻ സിദ്ധാർത്ഥ് എന്നിവരുള്ളത് അവരുടെ ബോളിംഗ് ആക്രമണത്തിന് കൂടുതൽ വൈവിധ്യം നൽകുന്നു. ഈ സീസണിൽ തുടക്കത്തിൽ കുറച്ച് തിരിച്ചടികൾ നേരിട്ടെങ്കിലും സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ എൽഎസ്ജിക്ക് മികച്ചൊരു ഹെഡ് ടു ഹെഡ് റെക്കോർഡാണുള്ളത്. ഇതുവരെ കളിച്ച 6 മത്സരങ്ങളിൽ 4ലും അവർക്ക് ജയിക്കാനായിട്ടുണ്ട്. ലീഗ് ഘട്ടത്തിലെ ഈ ആദ്യകാല പ്രശ്നങ്ങളെ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ചരിത്രപരമായ മുൻതൂക്കം അവർക്ക് ഒരു മാനസികമായ ഉണർവ് നൽകിയേക്കും. തങ്ങളുടെ ആഴമേറിയ ബാറ്റിംഗും വൈവിധ്യമുള്ള ബോളിംഗും അടക്കമുള്ള ശക്തികളെ ഉപയോഗിച്ച് എവേ ഗ്രൗണ്ടിൽ ഒരു നിർണായക വിജയം നേടാൻ കോച്ച് ജസ്റ്റിൻ ലാംഗർ തന്ത്രങ്ങൾ മെനയുന്നുണ്ടാകും. ഹൈദരാബാദിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് തങ്ങളുടെ ഗെയിം പ്ലാൻ നടപ്പിലാക്കാനുള്ള സൂപ്പർ ജയന്റ്സിന്റെ കഴിവ് ഈ സീസണിലെ അവർക്ക് നിർണായകമാകുന്ന ഒരു ജയത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഈ ഐപിഎൽ 2026 മത്സരത്തിന് വേദിയാകുന്ന ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയം ബാറ്റ്സ്മാൻമാരുടെ ഒരു സ്വർഗ്ഗമായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത് കേട്ടോ. നല്ല പരന്ന ഉറപ്പുള്ള പിച്ചാണ് ഇവിടുത്തേത്. ബോൾ കൃത്യമായി ഒരേ താളത്തിൽ ബാറ്റിലേക്ക് എത്തും. അതുകൊണ്ടുതന്നെ ഉയർന്ന സ്കോറുകൾ പിറക്കാൻ സാധ്യതയുള്ള മത്സരങ്ങൾക്ക് പറ്റിയൊരു വേദിയാണിത്. ബാറ്റ്സ്മാൻമാർക്ക് അവരുടെ ഷോട്ടുകൾ പേടികൂടാതെ കളിക്കാം. 55,000 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഈ സ്റ്റേഡിയത്തിൽ ഒരുപാട് 20 ബാറ്റിംഗ് റെക്കോർഡുകൾ പിറന്നിട്ടുണ്ട്.
2020 സൺറൈസേഴ്സ് ഹൈദരാബാദ് നേടിയ 287/3 എന്ന ഐതിഹാസിക സ്കോർ അതിലൊന്ന് മാത്രം. കളിക്കളത്തിന്റെ വലുപ്പവും ഈ ഗ്രൗണ്ടിലെ ഉയർന്ന സ്കോറുകൾക്കൊരു കാരണമാണ് കേട്ടോ. സ്ക്വയർ ബൗണ്ടറികൾ 63-നും 66-നും മീറ്ററിനും ഇടയിലാണുള്ളത്, അതായത് താരതമ്യേന ദൂരം കുറവാണ്. സ്ട്രെയിറ്റ് ബൗണ്ടറികൾ ഏകദേശം 70 മുതൽ 73 വരെ മീറ്റർ വരെയാണ്. ഈ മത്സരം പോലെ ഉച്ചയ്ക്ക് നടക്കുന്ന കളികളിൽ പിച്ച് തുടക്കത്തിൽ നല്ല ഉറപ്പുള്ളതും ഡ്രൈയുമായിരിക്കും. അതുകൊണ്ടുതന്നെ ബോൾ മനോഹരമായി ബാറ്റിലേക്ക് വരും, ബാറ്റ്സ്മാനും എളുപ്പമായിരിക്കും. എന്നാൽ കളി മുന്നോട്ടു പോകുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഏപ്രിൽ മാസത്തിലെ ചൂടിൽ, പിച്ചിന്റെ വേഗത കുറയാൻ സാധ്യതയുണ്ട്. ഇന്നിംഗ്സിന്റെ അവസാന പകുതിയിൽ സ്പിന്നർമാർക്ക് കുറച്ചൊക്കെ സഹായം കിട്ടിയേക്കാം. ഉച്ചയ്ക്ക് നടക്കുന്ന ഈ മത്സരത്തിൽ മഞ്ഞുവീഴ്ചയില്ലാത്തത് മറ്റൊരു പ്രധാന കാര്യമാണ്. അതുകൊണ്ടുതന്നെ കളിയിലുടനീളം ബാറ്റിംഗ്, ബോളിംഗ് ടീമുകൾക്ക് ഒരുപോലെ അനുകൂലമായ സാഹചര്യങ്ങളുണ്ടാകും. സാധാരണയായി ഈ വേദിയിൽ ഉച്ചയ്ക്ക് നടന്ന കളികളിൽ ആദ്യ ഇന്നിംഗ്സിലെ ശരാശരി സ്കോർ ഏകദേശം 185 റൺസാണ്. പക്ഷേ IPL 2020 ബാറ്റിംഗ് നിരകൾ ഒട്ടും മോശമല്ലാത്തതുകൊണ്ട് 210-ന് മുകളിലുള്ള സ്കോറുകൾ സാധാരണയായി ഇവിടെ പ്രതീക്ഷിക്കാം. ടോസ് ഇവിടെ വളരെ നിർണായകമായേക്കും. കാരണം ബാറ്റിംഗ് സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതും ബൗൺസ് പ്രവചിക്കാൻ കഴിയുന്നതുമെല്ലാം കണക്കിലെടുത്ത് ടീമുകൾ ചേസ് ചെയ്യാനായിരിക്കും കൂടുതൽ സാധ്യത. ഇനി കാലാവസ്ഥയുടെ കാര്യം പറയുകയാണെങ്കിൽ, പ്രവചനമനുസരിച്ച് താപനില ഏകദേശം 34°C-നും ഈർപ്പം 24%-നും അടുത്തായിരിക്കും. അതുകൊണ്ട് യാതൊരു തടസ്സവുമില്ലാതെ ആവേശകരമായ ഒരു ക്രിക്കറ്റ് മാമാങ്കം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. IPL 2026 സീസൺ പുരോഗമിക്കുമ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദും ലക്നൌ സൂപ്പർ ജയന്റ്സും തമ്മിലുള്ള മത്സരം വെറുമൊരു കളി മാത്രമല്ല, ടൂർണമെന്റിന്റെ മൊത്തം ഗതിയെ സ്വാധീനിക്കുന്ന ഒരു നിർണായക ഭാഗം കൂടിയാണിത്. 10 കരുത്തരായ ടീമുകളും ആകെ 74 മത്സരങ്ങളുമായി ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഈ 19ാം എഡിഷൻ മാർച്ച് 28-ന് തുടങ്ങി 2026 മെയ് 31-നാണ് അവസാനിക്കുക. ലീഗ് പ്ലസ് പ്ലേ ഓഫ് ഫോർമാറ്റ് കാരണം ഗ്രൂപ്പ് ഘട്ടത്തിലുടനീളം കടുത്ത മത്സരം ഉറപ്പാണ്. ലേക്ക് കടക്കുന്ന ആദ്യ 4 ടീമുകളെ തീരുമാനിക്കുന്നതിൽ ഓരോ വിജയവും പോയിന്റ് പട്ടികയിൽ നിർണായകമാകും. ക്വാളിഫയർ 1, എലിമിനേറ്റർ, ക്വാളിഫയർ 2 എന്നിവ കടന്ന് ഗ്രാൻഡ് ഫൈനലിലേക്ക് എത്തുന്ന പ്ലേ ഓഫ് ഘടന സ്ഥിരതയുള്ള ടീമുകളെ അംഗീകരിക്കുന്നതിനൊപ്പം വാശിയേറിയ നോക്കൌട്ട് പോരാട്ടങ്ങൾക്കും അവസരമൊരുക്കുന്നു. സീസണിന്റെ തുടക്കത്തിലെ ഇത്തരം മത്സരങ്ങൾ ഒരു ടീമിന്റെ ആത്മവിശ്വാസത്തെയും മുന്നോട്ടുള്ള കടുപ്പമേറിയ മത്സരങ്ങൾക്കുള്ള തന്ത്രപരമായ സമീപനത്തെയും കാര്യമായി സ്വാധീനിക്കും. ഇന്ത്യയിലെ കാഴ്ചക്കാർക്കായി മത്സരം ഉൾപ്പെടെയുള്ള IPL 2026 സീസണിന്റെ പൂർണ്ണ കവറേജ് പല പ്ലാറ്റ്ഫോമുകളിലും കാണാൻ സാധിക്കും. സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിനാണ് ഔദ്യോഗിക ടെലിവിഷൻ സംപ്രേക്ഷണാവകാശം. ഇംഗ്ലീഷ്, ഹിന്ദി കൂടാതെ പല പ്രാദേശിക ഭാഷകളിലുമായി വിവിധ ചാനലുകളിലൂടെ അവർ തത്സമയ സംപ്രേക്ഷണം നടത്തുന്നു. ഡിജിറ്റൽ സ്ട്രീമിംഗിനായി ജിയോ ഹോട്ട്സ്റ്റാറാണ് എക്സ്ക്ലൂസീവ് പ്ലാറ്റ്ഫോം. എല്ലാ മത്സരങ്ങളും തത്സമയം കാണാനും മറ്റു ഫീച്ചറുകൾ ആസ്വദിക്കാനും ഇത് അവസരം നൽകുന്നു. അന്താരാഷ്ട്ര കാഴ്ചക്കാർക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ളവർക്ക്, വില്ലോ TV വഴി മത്സരങ്ങൾ കാണാം. IPLന്റെ വാശിയും ചുരുങ്ങിയ സീസണിലെ ഓരോ കളിയുടെയും തന്ത്രപരമായ പ്രാധാന്യവും ചേരുമ്പോൾ ഹൈദരാബാദിൽ നടക്കുന്ന ഈ മത്സരം പോലുള്ള കളികളിലെ പ്രകടനം ഒരു ടീമിന്റെ മുന്നോട്ടുള്ള യാത്രയെയും കൊതിപ്പിക്കുന്ന IPL കിരീടത്തിനായുള്ള അവരുടെ ആഗ്രഹങ്ങളെയും നിർണ്ണയിക്കും. ടീമുകൾ പരമോന്നത കിരീടത്തിനായി ഏറ്റുമുട്ടുമ്പോൾ 2026 സീസൺ ആവേശകരമായ ക്രിക്കറ്റും തന്ത്രപരമായ പോരാട്ടങ്ങളും ഒപ്പം പുതിയ താരോദയങ്ങളും നൽകുന്ന ഒന്നാണ്.